നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസിൽ നമ്മൾ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഫൂരിയർ ട്രാൻസ്ഫോമിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഫൂരിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളതും ഫൂരിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ്, ഒരുപാട് പ്രോബ്ലംസ്, ഇൻവേഴ്സ് ഫൂരിയർ ട്രാൻസ്ഫോം, പിന്നെ കൺവല്യൂഷൻ തിയറം, പാർട്സ് ഐഡൻറ്റിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ Fourier transform തീർന്നു. Okay, now we move on to the second type of integral transformation. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അതിലെ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇ റൈസ് ടു കേർണൽ എന്തായിരുന്നു, കേർണൽ ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി ആയിരുന്നു എന്ത്, കേർണൽ. സോ ഇപ്പോൾ ഫൂരിയർ ട്രാൻസ്ഫോമിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എഫ് ഓഫ് എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ഇവിടെ ഒമേഗ അല്ല, നമ്മൾ എസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കോമൺ ആയിട്ട് എടുക്കുന്ന വേരിയബിൾ. സോ അതുകൊണ്ടാണ് എസ് നമ്മൾ എടുത്തത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇ റൈസ് ടു minus st, e raised to minus st f of t dt. Okay, so this is the form of Laplace transform. Laplace transform inde form aanadu. We say that f of s is the Laplace transform of f of t. Okay, f of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, f of t എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്, f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so the function f of s is the function f of s is the Laplace transform of the function f of t. Okay, f of t എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്, f of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നേരത്തെ ഫൂരിയർ ട്രാൻസ്ഫോമിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളെ ഒരു ഡൊമൈനിൽ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഡൊമൈനിൽ ഒരു പ്രോബ്ലം ഡിഫിക്കൽട്ടാണ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം വെച്ചിട്ട് ആ പ്രോബ്ലത്തിന് വേറെ ഡൊമൈനിലേക്ക് ചേഞ്ച് ചെയ്യും. എന്നിട്ട് ആ ഡൊമൈനിലുള്ള റിലേറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് തിരിച്ച് ഇൻവേഴ്സ് ട്രാൻസ്ഫോം വെച്ചിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ഡൊമൈനിലേക്ക് കൊണ്ടുവരും. സോ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിന് വേറെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ഈസിലി സോൾവ് ചെയ്യാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങളെ സിലബസിൽ മെയിനായിട്ട് വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഡെഫിനിഷൻസും പിന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും പിന്നെ ഡെറിവേറ്റീവ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനേ ഉള്ളൂ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്കൊരു ബേസിക് പ്രോബ്ലം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. Question is find the Laplace transform of f of t given by എന്താണ്, f of t is equal to 1, okay, for 0 less than or equal to t less than or equal to 2, okay, and 2 for t greater than 2. Okay, so ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഫംഗ്ഷൻ എഫ് ഓഫ് ടി വന്നിട്ടുണ്ട്, രണ്ട് റേഞ്ച് ആണുള്ളത്, ഒന്ന് 0 to 2 ഒന്ന് 2 to ഇൻഫിനിറ്റി, രണ്ട് റേഞ്ച് ആണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, സോ ഇത് നമ്മളെ എന്ത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വിച്ച് വിൽ ബി ഈക്വൽ ടു രണ്ട് ലിമിറ്റ് ഉള്ളത്. സോ ഇൻ്റഗ്രൽ 0 to 2 ആദ്യത്തെ ലിമിറ്റ്, അവിടെ നിന്ന് വരും ഇ റൈസ് ടു മൈനസ് എസ് ടി, എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്താണ് 1 ആണ്. സോ ഇൻറ്റു 1 ഡി ടി പ്ലസ് രണ്ടാമത്തെ ലിമിറ്റ് 2 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി, എഫ് ഓഫ് ടിയുടെ വാല്യൂ 2 ആണ് വരുന്നത്. സോ 2 ഡി ടി. ഓക്കെ, സോ ഫസ്റ്റ് 0 to 2 വരുന്നത് എന്താണ് 1ഉം 2 to ഇൻഫിനിറ്റിയിൽ വരുന്നത് 2 ആണ് നമ്മളെന്ത് വരുന്നത്, നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ,
So this can be easily solved. So first integral നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണുള്ളത് e raised to minus st നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇന്റഗ്രൽ e raised to minus st ആണ്. സോ e raised to minus st നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus st ഡിവൈഡഡ് ബൈ ഒരു മൈനസ് എസ് വരും അല്ലേ. ഇതിൻ്റെ മൈനസ് എസ് ലിമിറ്റ് ചെയ്ത് വില ഏത് വരെയാണ് 0 to 2 വരും. പ്ലസ് ഇതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്. സോ 2 ഔട്ട് സൈഡ് എടുത്തു. 2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ e raised to minus st ആണ് വരുന്നത്. സോ e raised to minus st വരുമ്പോൾ e raised to minus st divided by minus s ഏത് വില ഏത് വരെ 2 to infinity. ഓക്കെ, 2 to infinity വരും. Now e raised to minus st. ഓക്കെ, സോ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 2 അപ്ലൈ, അപ്പർ ലിമിറ്റ് 2 അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ടല്ലേ. സോ മൈനസ് e raised to minus 2 st ക്ക് 2 കൊടുത്തു ഡിവൈഡഡ് ബൈ മൈനസ് എസ്, പിന്നെ 0 കൊടുക്കണം അല്ലേ. 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0 വരും. e raised to 0 1 ആണ്. സോ മൈനസ് ഓഫ്, പിന്നെ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് മൈനസ് കൊണ്ട് പ്ലസ് ആവും. സോ 1 ബൈ എസ് വരും അല്ലേ. അപ്പർ ലിമിറ്റ് അല്ല, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e raised to 0 വരും. സോ 1 ആണ്. ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് 1 ബൈ എസ് വരും. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വന്നു. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്ത് വരും ആദ്യം e raised to minus infinity. സോ e raised to minus infinity അഗെയിൻ എന്താണ് 0 ആണ് അല്ലേ. e raised to minus infinity 0 ആണ്. സോ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും മൈനസ്, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ പ്ലസ് ആയിട്ട് പോലെ. സോ ടിക്ക് ലോവർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ e raised to minus 2s divided by 2 divided by s divided by s. സോ നിർത്തിക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് e raised to 2s ഡിവൈഡഡ് ബൈ, ഇവിടെ മൈനസ് ചെയ്തില്ലേ, മൈനസിൻ്റെ മുകളിലേക്ക് പോയത്, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 2 ഇൻറ്റു e raised to minus 2s divided by s. ഓക്കെ, നൗ ഇത് രണ്ടും ഒരേപോലത്തെ ടേംസ് ആണ്. സോ 2 ഇവിടെ e raised to minus 2s by s ഉം ഇവിടെയും e raised to minus 2s by s കോമൺ ആണ്. സോ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും e raised to minus 2s ഡിവൈഡഡ് ബൈ e raised to minus 2s ഡിവൈഡഡ് ബൈ s നമ്മൾ പുറത്ത് കൊടുത്തു, ഡിവൈഡഡ് ബൈ s നമ്മൾ പുറത്ത് കൊടുത്തു. സോ എന്ത് വരും ബാക്കി ഇവിടെ 2 ഉണ്ട്. സോ 2 മൈനസ് 1 പ്ലസ് 1 ബൈ s വരും. സോ which will be equal to e raised to minus 2s divided by s plus 1 by s. ഓക്കെ, സോ ഇതാണ് എന്ത് വരിക നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം വരിക. സോ ജസ്റ്റ് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു, നമ്മൾ എന്ത് ചെയ്തു ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ഇത്രേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇൻറ്റഗ്രൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കേർണൽ വരുന്നത് e raised to minus st അല്ലെങ്കിൽ e raised to minus omega t ആണ് എന്ത് വരിക അതിൻ്റെ കേർണൽ വരിക. സോ ജസ്റ്റ് നമ്മൾ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇൻ്റർവെൽ എന്തായിരിക്കണം, നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ഇൻ്റർവെൽ ഇപ്പോൾ 0 to ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ലിമിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ലിമിറ്റിൽ എന്തായിരിക്കണം നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കണം ഇറ്റ് ഷുഡ് ബി പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, സോ ആ കാര്യം ശ്രദ്ധിക്കുക. സോ അങ്ങനത്തെ ഫംഗ്ഷൻസിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറേ ബേസിക് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ടി റേസ് ടു n 1 0 ഇങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. കാരണം ആ ഡിഫൈനേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
Laplace transform of elementary functions. Okay, elementary functions. Okay, so ഈ elementary functions ന്റെ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യണത്. ഓക്കെ, സോ ഇത് കാണാപ്പാഠം പഠിക്കണം. ഇത് എല്ലാ ഫംഗ്ഷൻസിൻ്റെ ഈ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുള്ളൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, എഫ് ഓഫ് ടിയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. സോ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം. സോ Laplace transform of 1 will be is equal to integral 0 to infinity e raised to minus st into 1 dt. f of t യുടെ വാല്യൂ എന്താണ്, 1 ആണ്. സോ which will be is equal to integrate ചെയ്ത് കഴിഞ്ഞാൽ e raised to minus st divided by minus s ഏത് മുതൽ ഏത് വരെ 0 to infinity. Okay, now infinity കൊടുത്തു കഴിഞ്ഞാൽ e raised to minus infinity വരും. e raised to minus infinity 0 ആണ്. സോ ഫസ്റ്റ് ടേം വന്നിട്ട് പോയി 0 ആയിട്ട് പോയി. സെക്കൻഡ് ടേം ഓൾറെഡി മൈനസ് ഉള്ള കാരണം മൈനസും പ്ലസ് ആയിട്ട് പോയി. ലോവർ ടേം അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് 0 വരും. ഇ റൈസ് 0 എന്താണ്, 1 ആണ്. സോ 1 ബൈ ഡിനോമിനേറ്ററിൽ ഒരു എസ് ഉണ്ടായിരുന്നു, എസ്. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ബൈ എസ്. ഓക്കെ, സോ എൽ ഓഫ് 1 നമുക്ക് കിട്ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടി, നമുക്ക് 1 ബൈ എസ് കിട്ടി. ഓക്കെ, ഇതേപോലെ ഒരുപാട് എലമെന്റ് വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസിന്റെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒന്നുകൂടി ഫാസ്റ്റർ ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വരും, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കാണാപ്പാഠം അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ നമുക്ക് എൽ ഓഫ് 0 നോക്കാം. ഇഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് വരും, എൽ ഓഫ് 0 വരും. സോ integral 0 to infinity e raised to minus st into 0 dt വരും അല്ലേ. സോ 0 മൊത്തത്തിൽ 0 ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ എന്ത് തോന്നുന്നു, 0 വന്നു. സോ 1ന്റെ 1 ബൈ എസ് വന്നു, 0ന്റെ എന്ത് വന്നു, 0 വന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു തേർഡ് വൺ. നമുക്ക് നോക്കാം. ഇഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി, എഫ് ഓഫ് ടിയുടെ കാര്യം ടി ആണെന്ന് വിചാരിക്കാം. സോ ടി ആവുമ്പോൾ വരും, സോ എൽ ഓഫ് ടി എന്ത് വരും, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ടി ഡി ടി. ഇ റൈസ് ടു മൈനസ് എസ് ടി ടി ഡി ടി. സോ നമുക്കിത് എന്ത് ചെയ്യണം, നമുക്കിത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. സോ ദിസ് ബി ദി ഫസ്റ്റ് ടേം and now this be the second term. The first term second term എടുക്കാം. സോ എന്ത് വരും, it will be equal to first term into, okay, first term into derivative of second പറയുമ്പോൾ e raised to minus st divided by minus s ഏത് മുതൽ ഏത് വരെ 0 മുതൽ ഇൻഫിനിറ്റി വരെ മൈനസ് integral of first term into integral of second. The integral ആണ്, derivative അല്ല, integral of second മൈനസ് integral of derivative first ചെയ്യുമ്പോൾ t യുടെ ഡെറിവേറ്റീവ് 1 തന്നെ വരും. ഇൻറ്റു integral of second പറയുമ്പോൾ e raised to minus st divided by minus s dt. Okay, now which will be equal to ഫസ്റ്റ് ടേമിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടിക്ക് 0 വരും അല്ലേ, ഈ ടിക്ക് 0 വരും. അപ്പോൾ ഈ ടേം വന്നിട്ട് വീണ്ടും 0 ആയിട്ട് പോകും. സോ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0 വരും. സോ 0 മൈനസ് സെക്കൻഡ് ടേം ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി. ഓക്കെ, നമുക്ക് ആ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് പ്ലസ് ആയിട്ട് പോലെ. സോ പ്ലസ് 1 ബൈ എസ് പുറത്തുണ്ട്. ഇ റൈസ് ടു മൈനസ് എസ് ടിനെ അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് വരും അല്ലേ, മൈനസ് എസ്. ഓക്കെ, റൈസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ മൈനസ് എസ് വന്നു. Now which will be equal to
which will be is equal to എന്താണ് എസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -1/s² into e raised to minus st ഏത് മുതൽ ഏത് വരെയാണ് 0 മുതൽ ഇൻഫിനിറ്റി വരെ കേട്ടോ. സോ 0 to infinity, so which will be is equal to -1/s² into ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, e raised to minus infinity 0 വരും. സോ ഫസ്റ്റ് ടേം is 0 and സെക്കൻഡ് ടേം 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 1 വരും. e raised to 0 1 വരും. സോ 1, so 0 minus 1 minus 1 minus minus plus വരും. സോ 1/s². ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 1/s² കണ്ട് കിട്ടി. ഓക്കെ, സോ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി, എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 1/s² കിട്ടി. ഓക്കെ, സോ ഈ സാധനങ്ങളൊക്കെ ഓർമ്മ വേണം, അതായത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. Now moving on to the next problem. Next problem എന്ന് പറയുമ്പോൾ e raised to kt. So fourth problem f of t is equal to e raised to kt. Okay, so e raised to kt നമുക്ക് നോക്കാം. So L of e raised to kt, so it will be is equal to integral 0 to infinity e raised to minus st e raised to kt dt, so which will be is equal to integral 0 to infinity and exponential ഒരുമിച്ച് എഴുതുക. So e raised to minus t കോമൺ ആണല്ലോ അല്ലേ, സോ മൈനസ് പുറത്തൊക്കെ എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ മൈനസ് ഓഫ് എസ്, ശരിക്കും മൈനസ് എസ് പ്ലസ് കെ ആണ് വരേണ്ടത്. മൈനസിന് പുറത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ എസ് മൈനസ് കെ ഇൻറ്റു ടി, ഓക്കെ, ഡി ടി. ഓക്കെ, സോ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to minus s minus k into t divided by t നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. സോ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടേം കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് ഓഫ് എസ് മൈനസ് കെ കോൺസ്റ്റന്റ് ആണ്, ഏത് മുതൽ ഏത് വരെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ. സോ വിച്ച് വിൽ ബി is equal to, ഫസ്റ്റ് ടേം നമ്മൾ ടിക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ e raised to minus infinity 0, ഫസ്റ്റ് ടേം 0 ആയിട്ട് പോയി. സെക്കൻഡ് ടേം എന്ത് വരും, മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് മൈനസ് എന്തായിട്ട് പോകും, പ്ലസ് ആയിട്ട് പോകും. e raised to 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും, ടിക്ക് 0 e raised to 0 1 വരും. സോ 1/s minus k, so which will be equal to 1/s minus k. Okay, so e raised to kt യുടെ എന്ത് വരും, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ 1/s minus k വരും. ഓക്കെ, now next നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് e raised to i kt നോക്കാം. സോ f of t is equal to e raised to i kt. ഓക്കെ, i kt ക്ക് വലിയ മാറ്റമൊന്നും വരില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതേ മോഡൽ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതേപോലെ തന്നെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to i kt will be equal to ഇതേ മോഡൽ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇതേ മോഡൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, കെയുടെ സ്ഥാനത്ത് വരും i k എന്ന് വരും. സോ 1/s minus i k എന്ന് കൊണ്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് എന്ത് കിട്ടുക, e raised to i kt യുടെ നമുക്ക് കിട്ടുക. Moving on to 6.1, f of t is equal to cos h kt. ഓക്കെ, cos h kt നോക്കാം. സോ cos h kt നോക്കുമ്പോൾ L of cos h kt ഹൈപ്പർബോളിക് ആണ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിന് നമുക്ക് cos h kt യുടെ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് അറിയണം. ഓക്കെ, സോ cos h kt യുടെ എക്സ്പോണൻഷ്യൽ ഫോം എന്താണ്, e raised to kt plus e raised to minus kt divided by 2. ഇതാണ് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോർമുല. സോ അതിന് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് ഈ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു integral 0 to infinity എന്ത് വരും, e raised to kt plus e raised to minus kt divided by 2. പിന്നെ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്നുണ്ട് e raised to minus st ഉണ്ട് dt. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
1/2 ഉണ്ടല്ലോ, 1/2 കോമൺ ആണ്. സോ 1/2 പുറത്ത് കൊടുത്തു. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഫസ്റ്റ് ടേം എന്ത് വരും? ഫസ്റ്റ് ടേമിൽ ഇവിടെ e⁻kt ഉണ്ട്, ഇവിടെ e⁻−st ഉണ്ട്. രണ്ടിനോട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം. e⁻−s−k നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. അതായത് ഇവിടെ ശരിക്കും k−s എന്നാണ് വരുന്നത്. സോ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? s−k എന്ന് വരും. പിന്നെ ഒരു ടിയും കൂടി ഉണ്ട്. ഓക്കെ, dt. സെക്കൻഡ് ടേമിൽ എന്ത് വരും? 1/2 ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. സെക്കൻഡ് ടേമിൽ ഇവിടെ -kt ഉണ്ട്, ഇവിടെ എന്തുണ്ട്? -st ഉണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? e⁻−s പ്ലസ് k t. So -s plus k into t dt. Okay, now നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഫസ്റ്റ് ടേം 1/2 അതേപോലെ തന്നെ എഴുതി. ഞാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് e⁻−s−k into t divided by -s−k ഏത് മുതൽ ഏത് വരെ? 0 to infinity. And for the second term we have 1/2 into exponential integrate ചെയ്യുമ്പോൾ -s plus k into t divided by -s plus k, again limit from 0 to infinity. Okay, now applying the limits നമുക്ക് 1/2 into, now upper limit apply ചെയ്യുമ്പോൾ e⁻∞. so first term will be 0 and second term minus plus ആയിട്ട് മാറും. so 0 കൊടുത്തു കഴിഞ്ഞാൽ 1/s−k വരും. ഓക്കെ, പ്ലസ് 1/2 into, again upper limit ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. ആൻഡ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 1 വരും. സോ മൈനസ് പ്ലസ് ആയിട്ട് പോരും. സോ 1/s plus k. 1/2 s−k 1/2 s plus k. സോ നമുക്ക് കിട്ടിയത് 1/2 into 1/s−k plus 1/2 into 1/s plus k. Okay, 1/s plus k. Now ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി ആക്ച്വലി നമുക്ക് സോൾവ് ആയി. നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ 1/2 കോമൺ ആണല്ലേ, 1/2 കോമൺ ആയിട്ട് 1/2 പുറത്ത് എടുക്കാം. സോ 1/s−k പ്ലസ് 1/s plus k. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. s plus 1/2 ഉണ്ട്. സോ 1/2 into s plus k plus s−k divided by a plus b into a-b form ആണ്. s−k s plus k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus b into a-b form ആണ്. സോ s square minus k square. Okay, now plus k minus k cancel ചെയ്ത് പോവാം. സോ 1/2 into നമുക്ക് കിട്ടും s plus s കിട്ടും അല്ലേ. s plus s പറയുമ്പോൾ 2s divided by s square minus k square. s square minus k square. So again നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു s divided by s square minus k square. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? f of t is equal to cos hkt നമുക്ക് കിട്ടുന്നത്. ഓക്കെ, cos hkt. Now in a similar way, വളരെ സിമിലർ ആയിട്ടുള്ള മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, we can evaluate f of t is equal to sin hkt. ഓക്കെ, sin hkt വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓൺ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഫൂറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. sin hkt ഫൂറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഫൂറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് വരിക, ആൻസർ പറയാം. എന്ത് വരും, L of sin hkt. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ഇവിടെ s/s² മൈനസ് a² ആണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും k divided by s² മൈനസ് k² കിട്ടും. ഓക്കെ, സോ വളരെ സിമിലർ ആയിട്ടുള്ള നേരത്തെ cos hkt നമുക്ക് ചെയ്തിട്ടുള്ള
മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് തന്നെയാണ്. സോ ഇതേപോലെ തന്നെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും ആൻസർ ഈസിലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇപ്പം ഏതാ ബാക്കിയുള്ളത്? അപ്പോൾ നമ്മൾ സൈൻ എച്ച് കെ ടി നോക്കി, കോസ് എച്ച് കെ ടി നോക്കി, ഈസിലി കിട്ടാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ വേറെ ഫോമുണ്ട്. എട്ടാമത്തേയിരുന്നു, ഏഴാമത്തെ വരുന്നില്ലേ? എട്ടാമത്തെ പറയുകയാണെങ്കിൽ എഫ് ഓഫ് ടി is equal to if cos h I k t ആണ് വിചാരിക്കുക. ഓക്കെ, cos h I k t ആണ് വിചാരിക്കുക. സോ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വെച്ച് കഴിഞ്ഞാൽ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h I k t ആണെങ്കിൽ നമ്മൾ നേരത്തെ കിട്ടിയ റിസൾട്ട് നോക്കുക. നമ്മൾ cos h k t നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? s/s² മൈനസ് കെ സ്ക്വയർ നമുക്ക് കിട്ടിയത്. സോ ഈ കെയുടെ സ്ഥാനത്ത് വരും ഐ കെ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഐ കെ ടി ആണ്. സോ ആ കെയുടെ സ്ഥാനത്ത് വരും ഐ കെ എന്ന് പറഞ്ഞിട്ട് വരും. സോ എന്ത് വരും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഐ കെ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. സോ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് കിട്ടുക നമുക്ക് ഐ കെ ടിയുടെ കിട്ടുക. ഓക്കെ, സിമിലർ ആയിട്ട് നമുക്ക് എന്ത് വേണം? സൈൻ എച്ച് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ എച്ച് ഐ കെ ടി ആണ്. കണ്ടപ്പോൾ നേരത്തെ കോസിൻ്റെ ചെയ്ത അതേ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേറെ എന്താ പറയുക, വേറെ സ്റ്റെപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി നമ്മൾ നേരത്തെ കോസിൻ്റെയും സൈൻ്റെയും നമ്മൾ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സാധനം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതിനെന്ത് വരും? എൽ ഓഫ് സൈൻ എച്ച് ഐ കെ ടി വിൽ ബി ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഐ കെ വരും. സോ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വരും. ഓക്കെ, സോ ഇതാണെന്ന് വരിക നമ്മളെ സൈനിൻ്റെ ഐ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നോക്കിയത്, നമ്മൾ സാധാ ഫംഗ്ഷൻ വരെ നോക്കിയില്ല. സോ സാധാ സൈൻ കോസ് നോക്കി നോക്കാം. എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ കെ ടി. ഓക്കെ, സൈൻ കെ ടിയുടെ എന്താ വരുന്നത് നോക്കാം നമുക്ക്. സോ എൽ ഓഫ് സൈൻ കെ ടിയുടെ എന്തായിരുന്നു? സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ കെ ടി ഡി ടി. ഓക്കെ, സോ ഇത് വരും. So it will be equal to integral 0 to infinity e raised to minus st sin kt എന്ത് ചെയ്യുക? നമ്മൾ സൈൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതും. സൈൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്ത് വരും? ഇപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് ഐ എക്സ്, ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡഡ് ബൈ 2π. സോ ആ ഫോമാണ് വരിക. സോ ആ ഫോം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വരും ഇ റേസ് ടു ഐ കെ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ കെ ടി divided by 2i into dt. Okay, into dt. Okay, now എന്ത് ചെയ്യുക? അതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. സോ 1/2i കോൺസ്റ്റൻ്റ് ആണ് പുറത്ത് എടുക്കുക നമുക്ക്. സോ 1/2i into integral 0 to infinity സോ ഫസ്റ്റ് ടേമിൽ എന്ത് വരും? ഫസ്റ്റ് ടേമിൽ മൈനസ് എസ് ടിയും പ്ലസ് ഐ കെ ടി എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ ടി കോൺസ്റ്റൻ്റ് ആണ്, ടി കോമൺ ആണ് രണ്ടിലും. സോ നമുക്ക് അതിന് എഴുതാം. മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എസ് മൈനസ് ഐ കെ ഇൻറ്റു ടി. ഓക്കെ, എസ് മൈനസ് ഐ കെ ഇൻറ്റു ടി മൈനസ് ടി ഡി ടി. നോ സെക്കൻഡ് ടേം മൈനസ് 1/2i integral 0 to infinity e raised to മൈനസ് എസ് ടി ഉണ്ട്, ഇവിടെ മൈനസ് ഐ കെ ടി ഉണ്ട്. സോ അത് മൈനസ് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസ് പ്ലസ് ഐ കെ ടി ഡി ടി.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. നൗ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് വന്നിട്ട് 1/2i. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും e raised to minus of s minus ik into t divided by minus of s minus ik കിട്ടും. ഓക്കെ, now ലിമിറ്റ് ചെയ്യുന്നതിന് വരെ 0 to infinity. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1/2i. so e raised to minus of s plus ikt divided by minus of s plus ik ഏതുമുതൽ ഏത് വരെ? 0 to infinity. okay, now moving on. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലിമിറ്റ് കൊടുക്കുക. so 1/2i ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e raised to minus infinity 0 വരും. so e raised to minus infinity 0. so ഫസ്റ്റ് ടേം എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. സെക്കൻഡ് ടേമിൽ so 0, സെക്കൻഡ് ടേം മൈനസ് മൈനസും പ്ലസ് ആയിട്ട് പോകും. പ്ലസ് 0 കൊടുക്കുമ്പോൾ e raised to 0 1 വരും. so 1/s minus ik minus 1/2i. again first term infinity കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. 0. now മൈനസ് മൈനസ് പ്ലസ് വരും. 0 കൊടുക്കുമ്പോൾ ഇത് വരും 1/s plus ik. okay, 1/s plus ik വരും. okay, now കോമൺ ആയിട്ട് 1/2i ഔട്ട് സൈഡ് എടുക്കാം. സോ 1/2i നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ത് വരും? 1/s minus ik minus 1/s plus ik. ഓക്കെ, now നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/2i into s plus ik minus s മൈനസ് മൈനസ് പ്ലസ് വരും. s plus ik divided by a plus b into a minus b ഫോം. സോ s സ്ക്വയർ മൈനസ് ik സ്ക്വയർ വരിക. ik സ്ക്വയർ ചെയ്യുമ്പോൾ i സ്ക്വയർ വരും. i സ്ക്വയർ മൈനസ് 1 ആണ്. സോ s സ്ക്വയർ പ്ലസ് k സ്ക്വയർ വരും. ഓക്കെ, now we can cancel out s-ഉം s-ഉം ക്യാൻസൽ ചെയ്ത് കളയാം. now it will be equal to 1/2i into 2ik divided by s square plus k square. 2ik divided by s square plus k square വരും. now we can cancel out the 2's. 2 and 2 എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാം. so it will be is equal to ik divided by ik divided by s square plus a square. അല്ല ഐയും ക്യാൻസൽ ചെയ്യാനല്ല ആക്ച്വലി. സോ ഐയും കൂടി ക്യാൻസൽ ചെയ്യാം. സോ it will be equal to ബാക്കി k മാത്രമേ ഉണ്ടാവുള്ളൂ. k divided by s square plus k square. okay, k divided by s square plus k square. സോ ഇതാണ് നമുക്ക് കിട്ടുക. നമുക്ക് സൈൻ k ഇട്ടിട്ട് നമുക്ക് കിട്ടുക. okay, k divided by s square plus k square. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ 10 11. okay, similarly നമുക്ക് f of t is equal to cos kt എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അത് എന്ത് ചെയ്യുക? നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. സോ l of cos kt ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും s divided by s square plus a square കിട്ടും. ഓക്കെ, വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ റിസൾട്ട് കിട്ടും. ഓക്കെ, സോ എന്തായി? 11 റിസൾട്ടായി. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് ആണ് ഉണ്ട് ആക്ച്വലി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് വരുന്നത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി റേസ് ടു എൻ. ടി റേസ് ടു എന്നിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടി റേസ് ടു എൻ ചെയ്യുമ്പോൾ എൽ ഇൻറ്റു ടി റേസ് ടു എൻ. ഓക്കെ, ടി റേസ് ടു എൻ വരുമ്പോൾ സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus st t raised to n dt will be is equal to എന്ത് ചെയ്യുക? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ let this be the first term and this be the second term. okay,
first term second term. So first term into integral of second, so e raised to minus st divided by minus s ഏത് വരെ ഇതുവരെ 0 to infinity minus integral of derivative of first ചെയ്യുമ്പോൾ t raised to n ആണ്, t raised to n ചെയ്യുമ്പോൾ n into t raised to n minus 1 into integral of second, so e raised to minus st divided by minus dt. Okay, now which will be is equal to first term നോക്കുക. ഫസ്റ്റ് ടേമിൽ ഇപ്പോൾ e raised to infinity കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, e raised to minus infinity 0 ആണ്. now ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ t 0 ആവും. ഓക്കെ, t 0 ആയി കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല, 0 raised to എന്ത് കൊടുത്തു കഴിഞ്ഞാലും എന്താണ് 0 ആണ്. Okay, so first term എങ്ങനെ പോയാലും എന്ത് ചെയ്യും, 0 ആയിട്ട് പോകും. സോ 0 മൈനസ് നൗ സെക്കൻഡ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ടേമിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സെക്കൻഡ് ടേമിനെ മാറ്റി എഴുതിക്കാൻ നമുക്ക് കിട്ടും. സോ ഈ എസും എൻ്റെ ഒക്കെ കോൺസ്റ്റൻ്റ് ആവും അല്ലേ. സോ എസ് കൊണ്ടും പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എസ് ഉണ്ട്, എന്നിട്ട് പോകും പ്ലസ് എസ് ആയിട്ട് മാറും. സോ പ്ലസ് n by s integral 0 to infinity t raised to n minus 1 e raised to minus st dt. Okay, now which will be is equal to, now this is interesting, first term എന്താണ്, ഫസ്റ്റ് ടേം n by s വരും അല്ലേ, അല്ല ഇവിടെ കോൺസ്റ്റന്റ് എന്താണ് n by s ആണ്. now ഈ ഇന്റഗ്രൽ നോക്കുക. ഓക്കെ, ഈ ഇന്റഗ്രൽ നോക്കുക, ഈ ഇന്റഗ്രൽ ഫോം എന്താണ്, ഇവിടെ e raised to minus st ഉണ്ട്, അതിന്റെ കൂടെ എന്ത് എടുക്കുന്നുണ്ട്, ഒരു t raised to n minus 1 എടുക്കുന്നുണ്ട്. ഓക്കെ, now this is Laplace transform അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ലാപ്ലേസ് ട്രാൻസ്ഫോമിന് 0 to infinity എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ടായിരിക്കും, പിന്നെ e raised to minus st dt. ഇതാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോം പറയുന്നത്. ഓക്കെ, അതേ ഫോമിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. സോ ഈ ഇന്റഗ്രൽ ആക്ച്വലി എന്താണ് സൂചിപ്പിക്കുന്നത്, ദിസ് ഇന്റഗ്രൽ ഈസ് ആക്ച്വലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്താണ് ഫംഗ്ഷൻ ടി റേസ് ടു എൻ മൈനസ് വൺ അല്ലെ. ടി റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോമാണ് നിൽക്കുന്നത് ഈ ഇന്റഗ്രൽ. സോ ടി റേസ് ടു എന്നിന്റെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, എൻ ബൈ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൻ മൈനസ് വൺ ആണ് കിട്ടുക. ഓക്കെ, നൗ നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് വൺ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, എൻ മൈനസ് വൺ ഇവാലുവേറ്റ് ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ സിമിലർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൻ മൈനസ് ടു എന്ന് കൊണ്ട് കിട്ടും. ഓക്കെ, എൻ മൈനസ് ടു എന്ന് കിട്ടും. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൻ മൈനസ് ടു കണ്ടുപിടിച്ചാലോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് ടു കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ, അത് എൻ മൈനസ് ടു ബൈ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് ത്രീ എന്ന് കൊണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മൾ ടി റേസ് ടു എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ ബൈ എസ് എൽ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് വൺ കിട്ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് വൺ ചെയ്യുമ്പോൾ എൻ മൈനസ് വൺ ഇൻറ്റു എസ് എൻ മൈനസ് വൺ ബൈ എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് ടു കിട്ടി. ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. സോ ഇതെല്ലാം നമ്മുടെ അടുത്തൂടെ ഇങ്ങനെ പ്ലഗ് ചെയ്യാണ്, അതായത് ഈ ടി റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ സ്ഥാനത്ത് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇത് കൊടുത്തു, ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എന്ന് നമുക്ക് കിട്ടും എൻ ബൈ എസ്. ഫസ്റ്റ് ടേം എൻ ബൈ എസ് ഉണ്ട്, പിന്നെ എൻ മൈനസ് വൺ ബൈ എസ്, എൻ മൈനസ് ടു ബൈ എസ്, അങ്ങനെ ചെയ്യും, അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, സോ അങ്ങനെ പൊക്കോണ്ടേ ഇരുന്നിട്ട് ലാസ്റ്റ് എന്ത് കിട്ടും, ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് ടേംസ് വരിക ടി റേസ് ടു എൻ മൈനസ് വൺ എൻ മൈനസ് ടു അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. സോ അത് സീറോയിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് എന്ത് വരും, ലാസ്റ്റ് ടേം വരിക ടി റേസ് ടു സീറോ ആണ് വരിക അല്ലേ. ഇത് എൻ മൈനസ് വൺ എൻ മൈനസ് ടു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടേം എന്താ വരിക, എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് എൻ ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് എൽ ഓഫ് ടി റേസ് ടു സീറോ ഓർ എൽ ഓഫ് വൺ ആണ് നമുക്ക് കിട്ടുക.
എൽ ഓഫ് വൺ നമുക്കറിയാം, എൽ ഓഫ് വൺ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്, എന്താണ് അത് 1/s² ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ലാസ്റ്റ് ടേം എന്ത് വരിക, 1/s² വരും. ഓക്കെ, ലാസ്റ്റ് ടേം എന്ത് വരും, 1/s² വരും. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു മുകളിലത്തെ ടേംസ് നോക്കാം. മുകളിലത്തെ ടേംസ് എന്താണ്, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു ഏത് വരെ പോകുന്നുണ്ട്, 1 വരെ പോകുന്നുണ്ട്. ഓക്കെ, സോ അത് ആക്ച്വലി എന്താണ്, അത് ഫാക്ടോറിയൽ ആണല്ലേ. സോ ഇറ്റ് വിൽ ബി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, നൗ താഴത്തെ ടേം നോക്കുക. താഴത്തെ ടേമിൽ എസ്സുകൾ എടുക്കുന്നത് അല്ലേ. എസ് എത്ര ഉണ്ട്, 1 2 3 അങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ ടേംസിലും എന്തായിരിക്കും, എസ് ഉണ്ടായിരിക്കും, എക്സെപ്റ്റ് ലാസ്റ്റ് ടേം. ഈ ടേമിൽ എന്തുണ്ട്, 2 എസ് എടുക്കുന്നുണ്ട് അല്ലേ. എല്ലാ ടേംസിലും ഇപ്പോൾ ഈ ടേംസിലൊക്കെ ഓരോ എസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ലാസ്റ്റ് ടേംസിൽ മാത്രം എടുക്കുന്നുണ്ട് s² കിടക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എന്ത് ചെയ്യാം, എസ് എത്ര ഉണ്ട്, n അല്ല n+1 എസ്സുകളുണ്ട്. ഓക്കെ, മൊത്തം n ടേംസ് ആണുള്ളതെങ്കിൽ ലാസ്റ്റ് എന്തുണ്ടായിരിക്കും, എസിൻ്റെ ടേംസ് n+1. കാരണം t⁻0, അതായത് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വരുന്നത്, 1/s² വരുന്നത്. ഓക്കെ, സോ എന്ത് കിട്ടും, t⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1 ആണ് എന്ത് വരിക, t⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം വരിക. ഓക്കെ, സോ ആ കാര്യം ശ്രദ്ധിക്കണം. t⁻n നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. t⁻n കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, L of t⁻n−1 ടേം കിട്ടുന്നത്. നൗ നമ്മൾ എന്ത് ചെയ്യുക, t⁻n−1 ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം, t⁻n−2 ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് എല്ലാം കൂടി ലാസ്റ്റ് ക്ലബ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, t⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടുന്നത്. it is equal to n factorial divided by s⁻n+1. ഓക്കെ, സോ ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തു, 12 ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ നമ്മൾ ബേസിക് സാധനങ്ങളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നേരിട്ടിട്ട് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷേ ഈ സാധനങ്ങളൊക്കെ, ഈ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രോബ്ലംസ് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ 12 പഠിക്കൽ എന്താണ്, വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് വരുന്നുള്ളതും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.